നമ്മുടെ ഈ അരുവിക്കര ഡാം നമ്മൾ കാണാൻ വരുമ്പോൾ അവിടെ ഒരു ഭഗവതി ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ, ആ ഗേറ്റിൽ നിന്ന് അകത്തോട്ട് കയറുമ്പോൾ ഒരു ഗുഹ പോലെ ഒരു സ്ഥലം നമുക്കിവിടെ കാണാൻ പറ്റും. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ആ പ്ലേസ്. മിക്കവാറുള്ള ഫോട്ടോഷൂട്ട്, ഈ മാരേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോട്ടോഷൂട്ട് ഒക്കെ സേവ് ദി ഡേറ്റ് ഇതൊക്കെ എടുക്കുന്നത് ഈ പ്ലേസിൽ നിന്നാണ്. അതിന് വേണ്ടിയിട്ട് ആൾക്കാർ ഇവിടെ വരാറുണ്ട്. നമുക്ക് ഞാൻ അകത്തോട്ട് പോയിട്ട് അവിടെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കാണാൻ എന്താണെന്ന്. ഓക്കെ, നമുക്ക് അകത്തോട്ട് പോകാം. വരൂ, എൻ്റെ കൂട്ടത്തിൽ വരൂ. ഇനി ഇവിടെ ഇത് കണ്ടില്ല എന്ന് പറയരുത്. പ്രത്യേകിച്ച് വെള്ളനാടുകാർ ഇവിടെയെങ്കിലും കണ്ടില്ല എന്ന് പറയരുത്. അല്ല, ഇത്ര മനോഹരമായ സ്ഥലം നമ്മളിവിടെ ഉണ്ട്. കൂടുതൽ ടൂറിസത്തിന് സാധ്യതയുള്ള ഒരു പ്ലേസ് കൂടിയാണ് നമ്മുടെ ഈ അരുവിക്കരയിലുള്ള ഈ ഡാം സൈറ്റും അതിൻ്റെ പരിസര പ്രദേശം. കണ്ടില്ലേ, റോക്ക് രണ്ട് സൈഡിലും പാറകളാണ്. വളരെ നിശബ്ദമായ പ്ലേസാണിത്. മതി. ഇവിടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞത്. എന്തായാലും ഞാനൊരു ഫോട്ടോഷൂട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് എടുത്തു പോകാം. ഇപ്പോൾ ഫോട്ടോഷൂട്ട് കിടക്കാനുള്ള സമയം കഴിഞ്ഞെങ്കിലും ഞാൻ ഇവിടെ കണ്ടപ്പോഴേ ഭയങ്കര രസമുണ്ട്. പിന്നെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആകാശം എന്ന് പറയുമ്പോൾ ആകാശം മാത്രമല്ല, മരത്തിൻ്റെ ചില്ലകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോഴെല്ലാവരും വരിക, ഇവിടെ വന്ന് ഈ പ്രകൃതി സൗന്ദര്യം ഒക്കെ ആസ്വദിക്കുക. ഇതിൻ്റെ എൻഡിലായിട്ട് അവർ ഔട്ട് കിടപ്പുണ്ട്. അതുവഴി നമുക്ക് മെയിൻ റോഡിലേക്ക് കയറാൻ പറ്റും. അപ്പോഴേ ഡാം സൈറ്റിൽ നിങ്ങൾ വരുമ്പോൾ അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഇഷ്ടപ്പെടും. കാരണം ഒരു AC യുടെ ഒരു